ഒപ്പം നിന്ന് ചതിക്കുന്ന ശത്രുക്കൾ, അവരെ നേരിടാനുള്ള 4 ചാണക്യ തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ശത്രുക്കളെ നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ശത്രുക്കളെ തിരിച്ചറിയാൻ പോലും പലപ്പോഴും നമുക്ക് സാധിച്ചെന്നിരിക്കില്ല. എന്നാൽ അദൃശ്യനായ ശത്രു പോലും നമുക്ക് പരാജയങ്ങളും അഹിതങ്ങളും സമ്മാനിക്കും. കൂടെ നിന്ന് നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ചിരിച്ചുകൊണ്ട് നമ്മോടൊപ്പമാണെന്ന് ഭാവിക്കുകയും എന്നാൽ നമ്മുടെ നാശത്തിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർ എതിരെ നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുകയും യുദ്ധത്തിലൂടെ അല്ലാതെ അവരെ എതിരിടുകയും വേണം. അതിനായി ആചാര്യനായ ചാണക്യൻ ഉപദേശിക്കുന്ന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ശത്രുവിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തുക. ഒപ്പം നിന്ന് ചതിക്കുന്ന ശത്രുവിനെതിരെ പ്രയോഗിക്കേണ്ട ആദ്യ തന്ത്രം അവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുക എന്നതാണ്. ബലപ്രയോഗത്തിലൂടെയല്ല ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു. അവരുടെ മനസ്സിൽ കടന്നുകൂടുകയാണ് വേണ്ടത്. എത്ര ശക്തനാണെങ്കിലും എതിരാളിയുടെ ബലഹീനതകൾ മനസ്സിലാക്കി മനസ്സിലേക്ക് കടന്നു ചെല്ലണം. ശത്രുവിനെ മനസ്സിലാക്കിയവർ അഭിപ്രായ ഭിന്നതകളുടെ കാരണം കണ്ടെത്താനും അതിന് പരിഹാരം കാണാനും സാധിക്കും. യോജിപ്പിന്റെ പാത അവരെ തുറക്കപ്പെടും. അങ്ങനെ വളരെ ലളിതമായി സുന്ദരമായി ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാകും. അടുത്തതായി പറയുന്നത് തർക്കങ്ങൾ ഉപേക്ഷിക്കുക. എതിരാളിയുമായി ഒരിക്കലും തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. എത്ര ചെറിയ രീതിയിൽ തുടങ്ങിയാലും തർക്കത്തിനൊടുക്കം തർക്കിക്കുന്നവർ മാനസികമായി കൂടുതൽ അകലും. തർക്കിക്കുന്നതിന് മുമ്പ് സ്വയം ചില കാര്യങ്ങൾ ചിന്തിക്കുക. എന്തിനാണ് തർക്കിക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണമെന്താണ്, നഷ്ടമെന്താണ് എന്ന് ആഴത്തിൽ ചിന്തിക്കുക. ഓരോ തർക്കവും കൂടുതൽ വലിയ തർക്കത്തിലേക്കുള്ള വഴികളാണ്. തർക്കമുണ്ടാകുമ്പോൾ അവയോട് പ്രതികരിക്കുന്നതിന് മുമ്പ് വളരെ ശാന്തമായി ആലോചിക്കുക. ചെറിയ വിയോജിപ്പുകൾ മറക്കുക. ദേഷ്യത്തെയും മറ്റു വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ അത്ര വലിയ ശത്രുവും നമുക്ക് മുമ്പിൽ തോറ്റു പിന്മാറും. അടുത്ത പോയിന്റാണ് ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കുക. എതിരാളിയാണെങ്കിൽ പോലും വ്യക്തമായി ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് മുമ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ്. ഇവിടെ വാക്കുകളെയാണ് ആയുധമാക്കേണ്ടത്. ശത്രുവാണെന്ന് കരുതി അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത്. അത് അവരുടെ ഉള്ളിൽ ശത്രുത വളർത്തുകയുള്ളൂ. പകരം അവരോട് സഹാനുഭൂതിയോടെ സംസാരിക്കാൻ ശ്രമിക്കുക. തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കാൻ മുൻകൈ എടുക്കുക. എതിരാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് അവയെ ആഴത്തിൽ അവലോകനം ചെയ്യുക. അത് നമുക്ക് ദോഷമുണ്ടാക്കില്ലെന്ന് ഉറപ്പിക്കുക. ദൃഢമായും ശാന്തമായും വേണം സംസാരിക്കാൻ. ഈ സമീപനം ശത്രുവിനെ ദുർബലനാക്കും. അയാൾ നമുക്ക് മുമ്പിൽ കീഴടങ്ങും. നെക്സ്റ്റ് വൺ, ശത്രുവിന്റെ പാത കണ്ടെത്തുക. ശത്രുവിനെ കണ്ടെത്തിയാൽ അയാളുടെ വഴികൾ പിന്തുടരുക എന്നതാണ് മറ്റൊരു പ്രധാന തന്ത്രം. നമുക്ക് മേലുള്ള വിജയമായിരിക്കും അയാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ശത്രു സ്വീകരിക്കുന്ന മാർഗങ്ങൾ അറിഞ്ഞിരിക്കുക. അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായാൽ അവരുടെ അടുത്ത നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനാകും. ദി ലാസ്റ്റ് വൺ, പറയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ടാവുക. വാശിയുടെയും ദേഷ്യത്തിന്റെയും പുറകെ വെറുതെ ഒന്നും വിളിച്ച് പറയാതിരിക്കുക. ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകുക. ഉത്തമ വിശ്വാസമുള്ളവരോട് മാത്രം ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക.